കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ഇടിച്ചു ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്തുണ്ട്. കാളിദാസൻ, വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. ഇപ്പോൾ അബ്ദുൾ സലാമിന്റെ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണോ? കൂടുതൽ വിവരങ്ങൾ. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ഇടിച്ചു ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്തിട്ടുണ്ട്. കാളിദാസൻ, അബ്ദുൾ സലാമിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, രാവിലെ 9 മണിയോടുകൂടിയാണ് സൗത്ത് കളമശ്ശേരി പാലത്തിന് സമീപം ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരനായ സ്വിഗ്ഗി ജീവനക്കാരൻ ആലുവ ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് പ്രൈവറ്റ് ബസ് ഇടിച്ച് ഈ ഒരു ഇരുചക്രവാഹനം മറിയുകയും പിന്നീട് ഈ ജീവനക്കാരന്റെ മുകളിൽ കൂടി ഈ ബസ് കയറിപ്പോവുകയും ചെയ്തത്. വലിയ രീതിയിലൊരു ദാരുണാന്ത്യം തന്നെ എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. ദൃക്സാക്ഷികളും അടക്കം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നതാണ്. ഇതിനെ സംബന്ധിച്ച് വേഗതയാണ് കാരണം എന്നുള്ളതും കൂടിയാണ് ദൃക്സാക്ഷികളും നാട്ടുകാരും തന്നെ വ്യക്തമാക്കുന്നത്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വൺ വേ ഭാഗമാണ്. ആ ഭാഗത്തുകൂടി എപ്പോഴും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം സ്ഥിരമായി കാണാൻ കഴിയാറുണ്ട്. അത്തരത്തിലുള്ള മത്സര ഓട്ടങ്ങളൊക്കെ അവിടെ കാണാറുണ്ട് എന്നുള്ളതും കൂടിയാണ് നാട്ടുകാരും ഇപ്പോൾ ഈ അപകടത്തിന്റെ ദൃക്സാക്ഷികളും അടക്കം അറിയിക്കുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽ മരണപ്പെട്ടത് കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ്. 41 വയസ്സാണ്. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് അബ്ദുൾ സലാമിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയും അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ ഇത്തരത്തിൽ കൊച്ചിയിൽ ടൗൺ ഹാളിന് സമീപമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അപകടം, ഈ ഒരു മത്സരയോട്ടത്തിന്റെ ഇരയായി ഒരു 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി മരണപ്പെടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ ഈ ഒരു മത്സരയോട്ടത്തിന് ഒരു തടയിടേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നാട്ടുകാരടക്കം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ വ്യക്തമാകുന്നത് അവിടെ ഒരു മത്സരയോട്ടമാണ്, അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു ഇടിച്ച ബസ് അമിത വേഗതയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതുവരെയും വ്യക്തമായിരിക്കുന്നത്. നിലവിൽ മരണപ്പെട്ട അബ്ദുൾ സലാമിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആതിര. ശരി, കാളിദാസൻ. കൊച്ചി കളമശ്ശേരിയിലാണ് സ്വകാര്യ ബസ് ഇടിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്ത്രീ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. പശുക്കടവ് സ്വദേശി ലിനീഷിനെയാണ് പോലീസ് അറസ്റ്റ്